ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമത്താം ധർമ്മസമൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം തം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്കാരം. ഗീതയിലെ 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 10 ശ്ലോകം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അതൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അഥ അഷ്ടാദശോധ്യായഃ മോക്ഷസന്യാസയോഗഃ. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതം ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശി നിഷൂദനാം. ശ്രീഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിധും സർവകർമ്മഫലത്യാഗം പ്രാകുർത്യാഗം വിചക്ഷണാം. ത്യാജം ദോഷപതിത്യേകം കർമ്മ പ്രാകുർമനീഷിന യജ്ഞദാനതപകർമ്മ ജ്ഞാത്യാജമിതി ചാപരേ. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസത്തമാ. ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിതാം. യജ്ഞദാനതപകർമ്മ ജ്ഞാത്യാജം കാര്യമേവ. യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. ഏതാന്യപി തു കർമാണി സംഘം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. നിയതസ്യ തു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹാദസ്യ പരിത്യാഗ താമസ പരികീർത്തിതാം. ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശഭയാത് ത്യജേത് സ കൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗം ഫലം ലഭേത്. കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേ അർജുന സംഘം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മതാ. നദ്വേഷ്ട കുശലം കർമ്മ കുശലേനാനരിഷ്യതേ ത്യാഗി സത്തസമാവിഷ്ടോ മേധാവി ചിന്ന സംശയം. നഖി ദേഹഭൃതാം ശക്യം ത്യക്ത്വാ കർമാണ ശേഷത യസ്തു കർമ്മഫലത്യാഗി സത്യാഗീത്യഭിധീയതേ. ദേഹത്തെ ധരിക്കുന്നവന് അഥവാ ദേഹാഭിമാനിയായവന് മുഴുവൻ കർമ്മങ്ങളെയും ത്യജിക്കാൻ സാധ്യമല്ലെന്ന് തന്നെ. എന്നാൽ ആരാണോ കർമ്മഫലത്തെ ത്യജിക്കുന്നത് അവൻ ത്യാഗി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ സാത്വിക ത്യാഗം എന്താണ്, രാജസത്യാഗം എന്താണ്, താമസത്യാഗം എന്താണെന്ന് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ 3 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു. ഇനി യഥാർത്ഥത്തിൽ ത്യാഗി, ഗീതയുടെ മോട്ടിവേഷൻ തന്നെ ത്യാഗം ആണ്. ഗീത റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ ത്യാഗി ത്യാഗി എന്നാ വരാം. അപ്പൊ അതിൽ തന്നെ ഇവിടെ ഭഗവാൻ പറയുന്നത്, ആരാണോ ശരീരത്തോടു കൂടി ജനിച്ചിരിക്കുന്നത് അവർക്ക് പൂർണ്ണമായും കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് വെറുതെ ഇരിക്കാൻ സാധ്യമല്ല. കാരണം കർമ്മയോത്തി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നഖി കശിക്ഷണം വിജാതേഷ്ട കർമ്മ കാര്യദേഹ്യ വശക്കർമ്മ സർവപ്രകൃതി ജൈഗുണം. ഈ പ്രകൃതി സൃഷ്ടിക്കപ്പെട്ട സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ചലനാത്മകമാണ്. അത് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ ചലിക്കുന്നില്ല എന്ന് തോന്നുന്ന അചരങ്ങളായിട്ടുള്ള വസ്തുക്കൾ പോലും ഭൂമിയോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ചലനാത്മകമായ പ്രക്രിയയിൽ പങ്കാളിയാണ്. അപ്പൊ നമ്മൾ സാധാരണ മനുഷ്യർ പോലും ശരീരത്തോടു കൂടി വന്നിട്ടുണ്ടോ, അവർക്കൊരു നിമിഷം പോലും അനങ്ങാതിരിക്കാൻ സാധ്യമല്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. സർവപ്രകൃതി ജൈഗുണി, പ്രകൃതി നിയമങ്ങളെ കൊണ്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ കർമ്മങ്ങളെ ത്യജിക്കാൻ സാധ്യമല്ല. എന്നാൽ ആരാണോ കർമ്മഫലത്തെ ത്യജിക്കുന്നത് അവനാണ് യഥാർത്ഥ ത്യാഗി. ഫല ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണം. ഒരു കൈയിൽ കിട്ടുന്നത് മറുകൈ അറിയാതെ അത് ത്യജിക്കാൻ തയ്യാറാകണം. അപ്പൊ ശരീരം ഉള്ളിടത്തോളം കാലം മനുഷ്യന് കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല എന്ന സത്യത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. ശരീരം ഒന്നും ചെയ്യാതിരുന്നാലും മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതും കർമ്മം തന്നെയാണ്. അപ്പോൾ സാധ്യമാകുന്നത് കർമ്മത്യാഗമല്ല, കർമ്മഫലത്യാഗമാണ്. അത് വേണ്ട വിധം ചെയ്യുന്നവനെയാണ് യഥാർത്ഥ ത്യാഗി എന്ന് പറയുന്നത്. അവിടെയാണ് കർമ്മഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്താലും ഫലം പ്രകൃതി നിയമങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വന്നു ചേരും. നന്മ ചെയ്താൽ നന്മയും തിന്മ ചെയ്താൽ തിന്മയും. ഇത് രണ്ടും പാപപുണ്യങ്ങളെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു കൈയിൽ കിട്ടുന്നത് മറുകൈ അറിയാതെ തന്നെ ത്യജിക്കാൻ തയ്യാറാകണം. അതാണ് യഥാർത്ഥ ത്യാഗി.
അപ്പൊ അതുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ സുഖം അനുഭവിക്കേണ്ടി വരും, പാപം ചെയ്താൽ അതിന്റെ ദുരിതവും അനുഭവിക്കേണ്ടി വരും. അപ്പൊ കർമ്മഫലം ഇത് രണ്ട് വിധത്തിലായിരിക്കും വരിക. അത് ന്യായമായിട്ടോ അന്യായമായിട്ടോ എന്ത് ചെയ്താലും പുണ്യപാപങ്ങൾ ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇച്ഛിച്ചില്ലേലും നടക്കും. കാരണം പ്രകൃതിയുടെ നിയമാത. അതുകൊണ്ട് അത് കിട്ടുന്നതൊക്കെ ത്യജിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. കർമ്മത്തെ ത്യജിക്കാൻ സാധ്യമല്ല, ഫലവും ത്യജിക്കാൻ ഫലവും ഉണ്ടാക്കാതിരിക്കാനില്ലേ, ഉണ്ടാകാതിരിക്കുക, ഇച്ഛിക്കാതിരുന്നാലും ഉണ്ടാവുക എന്നുള്ള പ്രകൃതിയുടെ സ്വഭാവമാണ്. അപ്പൊ കിട്ടുന്ന കർമ്മഫലത്തെ ത്യജിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചെയ്യാവുന്നതുള്ളത് എന്നാണ് സത്യൻ ഭഗവാൻ പറയുന്നത്. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഫലം ഭവത്യ ത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം കിച്ചിത്. കാരണം കർമ്മഫലം 3 തരത്തിലാണ് അനുഭവിക്കുക. ദുഃഖകരം, സുഖകരം, സുഖദുഃഖകരം. ഒന്നുകിൽ പാപഫലം ഇല്ല, അതാണ് ദുഃഖമായിട്ട് വരിക. പുണ്യഫലം അതിന്റെ സുഖമായിട്ട് വരും. അപ്പൊ ദുഃഖകരമോ സുഖകരമോ സുഖദുഃഖ മിശ്രം, അറിഞ്ഞോ അറിയാതെയോ പാപപുണ്യങ്ങൾ നമ്മൾ ചെയ്താൽ അതിന്റെ അനുഭവം 2 തരത്തിലും വരും, മിശ്രിതമായിട്ട് വരും. സുഖം കഴിയുമ്പോൾ ദുഃഖം, ദുഃഖം കഴിയുമ്പോൾ സുഖം, ഇങ്ങനെ വന്നു ചേരും. അപ്പൊ ഈ 3 തരത്തിലാണ് കർമ്മഫലം വരിക. ഈ 3നെയും ധരിക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഇങ്ങനെ കർമ്മത്തിന്റെ 3 വിധ ഫലം ത്യാഗികളല്ലാത്തവർക്ക് വന്നു ചേരും, മരണശേഷം വന്നു കൂടുന്നു. അതും കർമ്മഫലം വരുന്ന, യഥാർത്ഥ ഫലം വരുന്നത് അനുഭവിക്കുന്നത് അടുത്ത ജന്മത്തിലേക്കാണെന്നർത്ഥം. ഈ ജന്മത്തിലല്ല. ഈ ജന്മം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്ത് സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പൂർവ്വജന്മാർജിതമായിരിക്കും. അപ്പൊ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം മരണശേഷം വന്നുകൂടുന്ന പറയണം. 3 വിധത്തിലുള്ള കർമ്മഫലം. അപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പൂർവ്വജന്മാർജിതമായ കർമ്മഫലങ്ങളാണ് അനുഭവിക്കാൻ തുടങ്ങുക എന്നർത്ഥം. ആ കർമ്മഫലങ്ങൾ ബാക്കിയുള്ളത് കൊണ്ടാണ് ജനിക്കാൻ തന്നെ കാരണം. ഇല്ലെങ്കിൽ ജനിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സന്യസിക്കുന്നവർ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകുന്നതല്ല. അതായത് അത്യാഗിനാം എന്ന വിശേഷ പദം കൊണ്ട് ത്യാഗികൾ അല്ലാത്തവർ, അതായത് ഫലേച്ഛയോടുകൂടി കർമ്മഫലം ചെയ്യുന്നവർ എന്നർത്ഥം. ഈ ഫലേച്ഛയോടുകൂടി ഫലം ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഫലേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്നവര് അതിന്റെ ഫലത്തെ ഒരിക്കലും ത്യജിക്കില്ല. കാരണം എനിക്കിന്നത് കിട്ടണം, എന്നത് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നവർ അത് കിട്ടുന്നത് അനുഭവിക്കും. അതൊരിക്കലും ത്യജിക്കാൻ തയ്യാറാവില്ല. പിന്നെ എന്താ, ഫലേച്ഛ ഇല്ലാത്തവർക്ക് മാത്രമേ കർമ്മഫലത്തെ അവിചാരിതമായിട്ട് വന്നു കൂടിയാലും അതിനെ ത്യജിക്കാനുള്ള മനോഭാവം. കാരണം ഇച്ഛിച്ചുകൊണ്ടല്ല ചെയ്തത്, അതുകൊണ്ട് എന്തെങ്കിലും വന്ന് ഭവിച്ചാലും അത് വേണം, എടുത്തു വെക്കണം എന്നുള്ള തോന്നലുണ്ടാകില്ല എന്നർത്ഥം. അതുകൊണ്ട് കർമ്മഫലം എന്നതിൽ കർമ്മത്തിന്റെ സ്ഥൂല ഫലങ്ങൾ മാത്രമേ പെടുകയുള്ളൂ എന്ന് ധരിക്കേണ്ടതില്ല. കർമ്മങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന വാസനാസഞ്ചയവും കർമ്മഫലം തന്നെയാണ്. ഈ പ്രത്യക്ഷത്തിൽ അതാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വസ്തു നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നു, അതെടുക്കാനൊന്നും ശരീരം കൊണ്ട് പുറപ്പെടുന്നില്ല, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പോലും മനസ്സുകൊണ്ട് അത് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാൻ കാരണം വാസനാബലമാണ്. അപ്പൊ കർമ്മഫലം എന്ന് പറയുന്നത് വാസനാബലമായിട്ടും വരാം. നമ്മൾ പ്രത്യക്ഷത്തിൽ അത് അനുഭവിക്കുന്നില്ല, ആ വസ്തുവിന്റെ പിന്നാലെ പോകുന്നില്ല, ശരീരം കൊണ്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷെ മനസ്സിൽ വാസനാ സഞ്ചയം രൂപപ്പെടും. അതും ഒരു തരത്തിൽ കർമ്മഫലമാണ്. പൂർണ്ണമായിട്ട് അതിനോട് വിരക്തി ഉണ്ടാകണം എന്നർത്ഥം. ഇനി നമ്മൾ ജനിക്കുമ്പോൾ പൂർവജന്മാർജിതമായ കർമ്മഫലങ്ങളാണ് ഈ ജാതകഫലമായിട്ട് വരും. അതാണ് ശിഷ്ടദശ എന്നൊക്കെ പറയുന്നത്. ബാലൻസ് ഷീറ്റ് എന്താണോ, പുണ്യമായാലും പാപമായാലും. അപ്പൊ ജനിക്കുമ്പോൾ നമ്മൾ ഏത് കർമ്മം ചെയ്താലും ഒന്നുകിൽ സുഖകരം ഇല്ലേ ദുഃഖകരം, ഇല്ലെങ്കിൽ സുഖ ദുഃഖ മിശ്രിതം, 3 തരത്തിൽ ആ കർമ്മഫലം ഉണ്ടാക്കുക. അപ്പൊ പൂർവജന്മാർജിതമായിട്ട് ചെയ്ത കർമ്മഫലങ്ങള് പാപഭാരമാണ് കൂടുതലെങ്കിൽ അത് ജനിക്കുമ്പോൾ ഏതാണോ കൂടുതൽ ഫലം, അതായത് പാപ പുണ്യങ്ങളിൽ ഇല്ലേ പുണ്യപാപങ്ങളിൽ മിശ്രിതമായിട്ട് വരുന്നതിൽ ഏതിനാണോ ഭാരം കൂടുതൽ അതായിരിക്കും അനുഭവിക്കാൻ നടത്തം. ഈ 3 തരത്തിലുള്ള ഫലവും വരാൻ കാരണം നമ്മൾ പൂർവജന്മാർജിതമായിട്ടിരിക്കുന്ന കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ജനിക്കും എന്ന് പറഞ്ഞു. പുണ്യം ചെയ്താലും പാപം ചെയ്താലും വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പം കാരണം അത് അനുഭവിച്ചു തീർക്കണം. അപ്പൊ ജന്മം ഉണ്ടാകാൻ തന്നെ ഈ കർമ്മഫലങ്ങളാണ് കാരണം.
അതിൽ പാപഭാരമാണ് കൂടുതലെങ്കിൽ ജനിക്കുമ്പോൾ തൊട്ട് ദുരിതത്തിലായിരിക്കും, പലവിധ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരും. അത് ക്ഷയിച്ചു കഴിയുമ്പോഴായിരിക്കും പിന്നെ പുണ്യഫലം വന്ന് അനുഭവിക്കുക. ഇനി പുണ്യപാപ മിശ്രിതമാണെങ്കിലോ അവിടെ കുറച്ചു കാലം സുഖം, കുറച്ചു കാലം പിന്നെ ദുഃഖം, ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും, ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും സ്ഥായിയായിട്ട് നിൽക്കാത്ത ഒരവസ്ഥ. സുഖവും ദുഃഖവും ഒരേ കാലത്ത് ഒരേപോലെ അനുഭവിക്കാൻ പറ്റാതിരിക്കാം. അതാണ് മിശ്രിതമായിട്ട് വന്നാൽ. ഇനി പുണ്യകർമ്മങ്ങളാണ് ഭാരം കൂടുതലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ എല്ലാവിധ സുഖ സൗകര്യത്തോടു കൂടി ജനിക്കും. അത് ക്ഷയിച്ചു തീർന്നു കഴിയുമ്പോൾ വീണ്ടും പാപഭാരം വന്നു ചേരും. അപ്പൊ ഈ 3 തരത്തിലുള്ള കർമ്മഫലങ്ങളെ കൊണ്ടാണ് നമ്മളൊക്കെ ജനിക്കാൻ തന്നെ കാരണം. അപ്പൊ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മഫലങ്ങള് ഈ 3 തരത്തിൽ തന്നെ വീണ്ടും വന്ന് ഭവിക്കും. കാരണം പൂർവജന്മ വാസനാ ബലത്താൽ ഈ ജന്മത്തിൽ ചെയ്യുന്ന അനുഭവങ്ങളിലേക്ക് പൂർവജന്മ വാസനാ ബലത്താൽ ഈ ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അത് ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കും. കുറെയൊക്കെ പൂർവജന്മാർജിതമായിട്ടുള്ളത് ഇപ്പോൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന സുഖദുഃഖ മിശ്രിതം അനുഭവിക്കുന്നുണ്ട്. ഈ പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മഫലം കൊണ്ടാണ്, വാസനാബലത്താലാണ് വന്നിരിക്കുന്നത്. അത് ഈ ശരീരം കൊണ്ട്, സ്ഥൂലമായ ശരീരം കൊണ്ട് തന്നെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ കൂട്ടിച്ചേർത്ത് അത് ചെയ്യും. അതിൽ നിന്ന് വീണ്ടും ഉണ്ടാകും പാപപുണ്യം, ഈ 3 തരത്തിലുള്ള ഫലങ്ങൾ. ഒന്നുകിൽ ഇച്ഛിക്കുന്ന വാസനാ ബലത്താൽ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിൽ, അതൊക്കെ ഭഗവാൻ കർമ്മഫലത്തെ പറ്റി, കർമ്മം ചെയ്യുന്നതിൻ്റെ രീതിയൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞു. അത് നമ്മുടെ സാത്വിക രജസ തമോ ഗുണത്താലാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ അതിൽ നിന്നാണ് പുണ്യപാപങ്ങൾ ഉണ്ടാകുന്നതും പുണ്യപാപ മിശ്രിത 3 ഫലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഏത് ആണോ ഭാരം കൂടുതൽ അതായിരിക്കും ആദ്യം അനുഭവിക്കുക. അത് ക്ഷയിച്ചാൽ വീണ്ടും അതിന്റെ ബാക്കി ഫലങ്ങൾ അനുഭവിക്കണം. അപ്പൊ ഇതൊക്കെ അനുഭവിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വാസനാ ബലത്താൽ പുതിയതായിട്ട് നമ്മൾ ഓരോന്ന് കൂട്ടിച്ചേർക്കും. അതാണ് വീണ്ടും അനുജന്മങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പൊ അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ഫലേച്ഛയോടുകൂടി ചെയ്താൽ അത് കിട്ടുന്നത് അതനുസരിച്ചായിരിക്കും. അതനുസരിച്ച് കൊണ്ട് നമ്മൾ അതിനെ അനുഭവിക്കും. അത് വീണ്ടും പുണ്യഭാവങ്ങളെ സൃഷ്ടിക്കും. അപ്പൊ അതുകൊണ്ട് ആണ് ഭഗവാൻ പറഞ്ഞത്, പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ച് കർമ്മഫലം ഇല്ലാതെ വരില്ല, അത് ഉറപ്പിച്ചുകൊള്ളൂ. ശരീരത്തോടുകൂടി ജനിച്ചവർക്ക് കർമ്മം ചെയ്യാതിരിക്കാനും സാധ്യമല്ല. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ഇച്ഛിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ അടങ്ങിയിരുന്നാലും മനസ്സുകൊണ്ട് വാസനാബലം ഉണ്ടാക്കും. അതുകൊണ്ട് ഭൗതിക ലൗകിക വസ്തുക്കളിൽ പൂർണ്ണമായിട്ടും വിരക്തി ഉണ്ടാക്കണം. ഫലേച്ഛ അപ്പോഴേ ഇല്ലാതെ വരും. വിരക്തി ഉണ്ടായില്ലെങ്കിൽ ഫലേച്ഛ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഫലേച്ഛ ഇല്ലാതിരിക്കുന്നവർക്ക് മാത്രമേ അവിചാരിതമായിട്ട് വന്നു ഭവിക്കുന്ന സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ, കിട്ടിയാലും കിട്ടിയില്ലേ എനിക്ക് ഒരു സമാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് ഫലേച്ഛ ഇല്ലാത്തവർക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യൂ. കാരണം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലേച്ഛ വച്ചാൽ അവിടെ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത എന്ന ഭാവന ഉണ്ടാവില്ല. കിട്ടുന്നത് ഇച്ഛയനുസരിച്ച് ചെയ്യുന്നതനുസരിച്ച് ആ ഇച്ഛയനുസരിച്ചുള്ള ഫലം വന്നു ഭവിക്കും. അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ എന്താണോ ഇച്ഛിക്കുന്നത് അത് ഫലം വരും. അപ്പൊ അതിന്റെ ഫലം അനുഭവിക്കാതിരിക്കാൻ, ഇച്ഛയുള്ളവർ അനുഭവിക്കാതിരിക്കുന്ന പ്രശ്നമില്ലല്ലോ. കിട്ടുന്നത് വിടുന്ന പ്രശ്നമേ ഇല്ല, ഇച്ഛയോട് കൂടിയാ ചെയ്യുന്നതിനാണ്. അത് രജോഗുണത്തിന്റെ പ്രത്യേകത എന്ന് മാത്രമല്ല, വീണ്ടും വേണം തോന്നുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്നവർക്ക് കർമ്മഫലത്തെ ത്യജിക്കാൻ സാധിക്കും. ഒരു സന്യാസത്തിന്റെ തന്നെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സർവകർമ്മ ഫലത്യാഗ. അതുകൊണ്ട് കർമ്മഫലം എന്നതിൽ കർമ്മഫലത്തിന്റെ സ്ഥൂല വസ്തുക്കൾ മാത്രമല്ല, വാസനാബലത്തെ വരെ ഉണ്ടാക്കും. അതുകൊണ്ട് വളരെയധികം ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്താൽ വീണ്ടും വേണമെന്ന് തോന്നുന്നത് ഈ വാസനാബലമാണെന്നർത്ഥം. അതുകൊണ്ട് അതിനെ കൂടി ഉപേക്ഷിക്കണം. ഇനി ഈ തരത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ സ്ഥൂല ആയിട്ട് ശരീരത്തിലുള്ള ശക്തികൾ എന്തൊക്കെയാണ്, അതാണ് ഇനി ഭഗവാൻ പറയുന്നത്. പഞ്ചൈതാനി മഹാബാഹു കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധേ സർവകർമ്മണാം.
മഹാബാഹുവായ അർജുന, സർവകർമ്മങ്ങളുടെയും സിദ്ധിക്കായിക്കൊണ്ട്, വിജയകരമായി നിർവഹണത്തിനായിക്കൊണ്ട് കർമ്മ സമാപ്തിയെ പ്രതിപാദിക്കുന്ന സാഖ്യത്തിൽ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള ഈ 5 കാരണങ്ങളെ എന്നിൽ നിന്ന് ഗ്രഹിച്ചാലും കൃതാന്തേ സാഖ്യേ, കർമ്മത്തിന്റെ പരിസമാപ്തി വരുത്തുന്ന വേദാന്ത ശാസ്ത്രങ്ങളിൽ എന്ന് ശങ്കരഭാഷ്യത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സാഖ്യം എന്ന് പറയുന്നത് കപിലന്റെ സാഖ്യാശാസ്ത്രത്തെയാണ് കുറിക്കുന്നതെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഇന്ന് ലഭ്യമായ സാഖ്യാശാസ്ത്രത്തിൽ ഇവിടെ പറയുന്ന പഞ്ചകാരണ പ്രസ്താവം ഇല്ല എന്നർത്ഥം. അതായത് ഗീതയിൽ പറയുന്ന 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മറ്റ് ശാസ്ത്ര, അതായത് സാഖ്യാശാസ്ത്രത്തിൽ പറയുന്നില്ല. കപിലന്റെ സാഖ്യാശാസ്ത്രം എന്ന് പറയുന്ന ആ സാഖ്യത്തിൽ പറയുന്നില്ല എന്നർത്ഥം. അപ്പൊ ഈ ഏത് തരത്തിലും ന്യായമോ അന്യായമോ ആയ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരണയായിട്ട് വരുന്ന ഈ 5 കാരണങ്ങളാണ്. അത് യാതൊരു സംശയവുമില്ല. എത്ര പുണ്യമോ പാപമോ ചെയ്യുന്ന ശരീരത്തോടു കൂടി ഇരിക്കുന്നവർക്ക് കർമ്മം ചെയ്തേ പറ്റൂ. ആ ചെയ്യുന്നത് ഈ 5 കാരണങ്ങളെ കൊണ്ടായിരിക്കും. അടിസ്ഥാനപരമായിട്ട് നമ്മൾ വ്യക്തമായിട്ടൊന്ന് പ്രാക്ടിക്കൽ തലത്തിൽ ചിന്തിച്ച ഈ 5 എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത് ഭഗവാനിൽ നിന്ന് ഗ്രഹിക്കാനാ പറഞ്ഞത്. അപ്പൊ പഠിച്ചുകൊണ്ട് കാര്യമില്ല. പഠിക്കാന്ന് പറഞ്ഞാൽ പരീക്ഷ പഠിക്കുന്ന പോലെ പരീക്ഷ കഴിയുമ്പോൾ മറന്നു പോകും. അപ്പൊ ഗ്രഹിക്കണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഗ്രാഫിംഗ് പവർ കൂട്ടണം. ഗ്രാഫിംഗ് പവർ കൂട്ടിയിട്ട് ഒരു വാക്ക് ഗ്രഹിച്ചാൽ ആ വാക്കിനെ നമുക്ക് 1000 വാക്കുകളെ സൃഷ്ടിക്കാൻ സാധിക്കും. ഒരു വാക്ക് ഗ്രഹിച്ചു കിട്ടിയാൽ ആ വാക്കുകൊണ്ട് തന്നെ 1000 വാക്കുകളെ സൃഷ്ടിക്കാൻ. അതാണ് ഗ്രാഫിംഗ് പവറിന്റെ കപ്പാസിറ്റി. ഗ്രാഫിംഗ് പവർ കൂട്ടിയാൽ മെമ്മറി പവറും കൂടും. കാരണം ഈ ഗ്രഹിച്ച വാക്ക് ഒരിക്കലും മറക്കില്ല. അപ്പൊ ഈ 5 കാരണങ്ങൾ ഗ്രഹിക്കാനാ പോകാൻ പറയുന്നത്, വെറുതെ പഠിച്ചാൽ പോരാ. അപ്പൊ അതുകൊണ്ട് ഗീതയില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, മോക്ഷ സന്യാസ യോഗത്തില് ഇതുവരെ പറഞ്ഞ 17 അധ്യായങ്ങളുടെ സാരസംഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് ഇതുവരെ ഗീത പഠിക്കാത്തവർക്ക് വരെ ഇത് വേണ്ട വിധത്തിൽ ഗ്രഹിച്ചാൽ മുഴുവൻ ഗീതയും മനസ്സിലാവും. മോക്ഷ സന്യാസ യോഗം ശരിച്ച് ഗ്രഹിച്ചാൽ ഈ 17 അധ്യായവും പഠിച്ചതിന്റെ ഫലത്തെ ലഭിക്കുന്നതാണ്. കാരണം ഇതിന്റെ എല്ലാം കൂടെ എസൻസ് ചേർത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന്, ഒരു മനുഷ്യജന്മം കിട്ടിയാൽ എന്താണ് ചെയ്യാതിരിക്കാൻ പറ്റാത്തത്, എന്താണ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ ശക്തികളാണ് മനുഷ്യ ശരീരത്തെ പ്രവർത്തിക്കുന്നത് എന്ന് മുഴുവൻ സംക്ഷിപ്തമായിട്ട് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകം ഗ്രഹിക്കണം എന്നർത്ഥം. ഭഗവാന്റെ ഓരോ വാക്കുകളും മോക്ഷ സന്യാസ യോഗത്തിൽ ഭഗവാൻ പറയുന്ന വാക്കുകൾ ശരിക്കും ഓരോരുത്തരും ഗ്രഹിക്കണം. വെറുതെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ പഠിച്ചാൽ കാര്യമില്ല. അത് പരീക്ഷ കഴിയുമ്പം മറക്കും. അതുകൊണ്ട് ഗ്രഹിക്കണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് വേണം ഇത് പഠിക്കാൻ. എന്തൊക്കെയാണ് 5 കാരണങ്ങള്? അധിഷ്ഠാനം തഥാ കർത്ത, കരണം ച പൃഥ്വീഗതാം, വിവിധാംശ പൃഥക്ചേഷ്ട, ദൈവം ചൈവാത്ര പഞ്ചമം. കർമ്മങ്ങൾക്ക് അധിഷ്ഠാനമായ ശരീരം. അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ഏത് കർമ്മം ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരമാധ്യം ഖലു ധർമ്മസാധനം, അത് ഗ്രഹിച്ചു വയ്ക്കണം. നല്ലതോ ചീത്തയോ ഒരു ഭക്തി മാർഗത്തിലുള്ളവർക്കോ ഇല്ലേ ഭക്തി ഇല്ലാത്തവർക്കോ യുക്തിവാദികൾക്കോ ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ ഉള്ള അധിഷ്ഠാനമായ കാരണങ്ങളിൽ ഒന്നാമത്തതാണ് ഈ ശരീരം. പിന്നെയോ കർത്താവ് അഥവാ കർത്തൃത്വ അഭിമാനമുള്ള ജീവൻ, അതായത് ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവൻ. ഈ ശരീരം വേണം, ശരീരത്തിലിരിക്കുന്ന ജീവൻ വേണം. രണ്ടാമത്തെ അധിഷ്ഠാനം. പിന്നെ അതിൽ പ്രവർത്തിതങ്ങളായ വിവിധങ്ങളായ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, അതിനെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം ഇന്ദ്രിയങ്ങളും പ്രവർത്തിതമാകണം. ശരീര വ്യാപാരങ്ങൾ എന്ന് പറയും. ശരീരത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഇന്ദ്രിയങ്ങളാണ് നടക്കുന്നത്. അത് കർമ്മേന്ദ്രിയങ്ങളായിക്കോട്ടെ ജ്ഞാനേന്ദ്രിയങ്ങളായിക്കോട്ടെ, അത് ഒരു വ്യാപാരമാണ്. അതായത് അതിന്റെ ചലനാത്മകമായ എല്ലാം ചലിക്കുന്ന വിധത്തിലായിരിക്കണം എന്നർത്ഥം. എല്ലാം പ്രവർത്തിതമായിരിക്കണം. അതിനെയാണ് ശരീര വ്യാപാരങ്ങൾ എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് ദൈവാധീനം അഥവാ അധിഷ്ഠാന ദേവതകൾ. അതായത് ഇന്ദ്രിയങ്ങൾക്കെല്ലാം ദേവതാസങ്കല്പമുണ്ട്. ഇതേ ദേവതാസങ്കല്പത്തെയാണ്, അല്ലാതെ നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ട് ഒരു ഉപാസനമൂർത്തിയെ സങ്കല്പിച്ച് ഒരു വിഗ്രഹം വെച്ച് പൂജിക്കുന്നതല്ല ഇവിടെ ദേവതാസങ്കല്പം എന്ന് പറയുന്നത്.
നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ ദേവതാ സങ്കല്പം എല്ലാം ഉണ്ട്. അതാണ് ഭഗവാൻ കർമ്മയോഗത്തിൽ പറഞ്ഞത്, ദേവാ ഭാവയഥാനേനതേ ദേവ ഭാവയന്തു വാഘ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യതാം. ഇപ്പൊ നക്ഷത്ര ഇല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം വെച്ച് ചിന്തിച്ചാലും ശരീരത്തെ 12 ഭാഗങ്ങളായി 12 രാശിയായിട്ട് കാണാം. നവഗ്രഹങ്ങളുടെ സാന്നിധ്യം കാണാം. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ ദേവതാ സങ്കല്പമുണ്ട്. ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിട്ടിരിക്കുന്ന ആള് ജീവനാണ്. ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ ദേവതാ സങ്കല്പത്തെ നമ്മുടെ ശരീരത്തെ തന്നെ ടോട്ടലി സ്ഥൂല സൂക്ഷ്മ വിധത്തിൽ ചിന്തിച്ചാലും അവിടെയൊക്കെ അധിഷ്ഠാനമായിട്ട് പ്രവർത്തിക്കുന്നത് ദൈവാധീനമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ടോട്ടലി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് വരെ ദൈവാധീനമാണ് അധിഷ്ഠാനമായിട്ട് പറയുന്നത്. അതിൽ നിന്നാണ് ഈ പറയുന്ന ബാക്കി 4 കാരണങ്ങളും ഉണ്ടായിട്ടുള്ളത്. എന്താണ്? കർമ്മങ്ങൾക്ക് അധിഷ്ഠാനമായ ശരീരം, ശരീരത്തിലുള്ള ഞാൻ എന്ന ഭാവം ഉണ്ടാക്കി തരുന്ന ആ അഹംബോധം ജീവനാണ്. വിവിധങ്ങളായ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാണ്. ഇവിടെ 10 ഇന്ദ്രിയങ്ങൾ, മനസ്സും അതിൽപ്പെടും, 11 ഇന്ദ്രിയങ്ങള്. അതൊക്കെ പ്രവർത്തിതമായിരിക്കുന്ന ഒരവസ്ഥ. ശരീരത്തിന്റെ വ്യാപാരങ്ങൾ, എല്ലാ ഇന്ദ്രിയങ്ങളും പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കണം. അതിനാണ് ശരീര വ്യാപാരങ്ങൾ എന്ന് പറയുന്നത്. 5ാമതായിട്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ജീവൻ. ഇതേ തത്വത്തിൽ ഒരു വിളക്ക് കത്തിക്കണമെങ്കിൽ നമുക്ക് 5 കൂട്ടം വേണം. ഒന്ന് സ്ഥൂലമായിട്ടിരിക്കുന്ന ഒരു വിളക്ക്, അതിലൊഴിക്കാനുള്ള എണ്ണ, അതിലിടാനുള്ള തിരി, പിന്നെ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് അഗ്നി. ഈ സ്ഥൂലമായിട്ടുള്ള ഈ വസ്തുക്കൾ, അത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തു, ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ ഉപരിയായിട്ട് ദൈവാധീനത്തിന്റെ സ്ഥാനത്ത് മനസ്സ് വേണം. ഇപ്പൊ വിളക്കും തിരിയും എണ്ണയും കത്തിക്കാനുള്ള തീപ്പെട്ടിയും കൊണ്ടുവന്ന് വെച്ചാലും 4 കൂട്ടവും ഉണ്ടായാലും വിളക്ക് തന്നെ കത്തില്ല. അപ്പൊ അത് കത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് കത്തിക്കാൻ തയ്യാറായിട്ട് താല്പര്യമുള്ള ഒരു മനസ്സ് വേണം, അഥവാ മനസ്സിന്റെ ഉടമ വേണം. അപ്പൊ അവിടെ ദൈവാധീനമായിട്ട് പ്രവർത്തിക്കുന്നത് മനസ്സാണെന്നർത്ഥം. ഇതേപോലെ നമ്മുടെ ശരീരം, ശരീരത്തിലുള്ള ജീവൻ, ഞാൻ എന്ന ബോധം, ഇന്ദ്രിയങ്ങള്, അത് യഥാവിധി പ്രവർത്തിപ്പിക്കുന്നതായ ദൈവാധീനം. ഇതാണ് 5 കാരണങ്ങൾ എന്ന് പറയുന്നത്. അതാണ് അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥ്വിവ്യഥ വിവിധാംശ പൃഥക്ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. ഈ ശ്ലോകത്തെ അല്പാൽപ്പം വ്യത്യാസത്തോടുകൂടി വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശരീരം, ജീവൻ, ജ്ഞാന, കർമ്മേന്ദ്രിയ അന്ധകരണങ്ങൾ, ശരീര വ്യാപാരങ്ങൾ, ദൈവിക ശക്തി അഥവാ പഞ്ചമഹാഭൂതങ്ങൾ എന്നിവ ഇവിടെ പറയുന്ന പഞ്ചഘടകങ്ങളിൽ അന്തർഭവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പഞ്ചവിധ കാരണങ്ങൾ നമ്മുടെ ശരീരത്ത് തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഇത് അന്വേഷിച്ച് പുറത്തേക്ക് പോകണ്ട. ഈ 5 ശക്തികൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ ശരീരത്തെ, ഓരോ ജീവനുള്ള ശരീരത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശരീരത്തെ ടോട്ടലി ധർമ്മക്ഷേത്രം എന്ന് വിളിക്കുന്നത്. ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ധർമ്മത്തെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ധർമ്മബോധത്തെ നിലനിർത്തിക്കൊണ്ട് ചിന്തയിലും വാക്കിലും യജ്ഞദാന തപ കർമ്മങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ധർമ്മബോധത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് അധിഷ്ഠാനമായിരിക്കുന്ന ഈ പഞ്ചശക്തികൾ ആണ് യഥാർത്ഥത്തിൽ ആരുടെ ശരീരത്തും പ്രവർത്തിക്കുന്നത്. അപ്പം ഈശ്വരീയമായ എല്ലാ കടാക്ഷങ്ങളോടും കൂടിയാണ് മനുഷ്യന്റെ ഓരോ ശരീരവും ഭഗവാൻ നിർമ്മിച്ച് അതിലുള്ള ശക്തികളും സന്നിവേശിപ്പിച്ച് നമ്മളെ ഓരോരുത്തരെയും വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ജന്മകർമ്മജമേ ദിവ്യം വ്യേമം വേത്തി തത്വതാ തിക്വാ ദേഹം പുനഃജന്മനൈതി മാമേതി സോ അർജുന എന്ന് 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത്. നമ്മുടെ ശരീരം തന്നെയാണ് മാധ്യമം, അത് ദിവ്യമാണ്. ഭഗവാൻ അതിന് ഉദാഹരണമായിട്ട് പൂർണ്ണ മനുഷ്യനായിട്ട് മനുഷ്യ ശരീരമെടുത്ത് വന്നിട്ട് ജനിച്ചപ്പോൾ മുതൽ 101 മനുഷ്യായുസ് പൂർണ്ണമായിട്ടും എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് പൂർണ്ണമായിട്ട് ദിവ്യമായ ജന്മവും ഭഗവാന്റെ കർമ്മങ്ങളും യഥാവിധി നമ്മൾ പഠിച്ചത് ഗ്രഹിച്ച് അത് സാംശീകരിച്ച് നമുക്കും അതുപോലെ തന്നെ ഒരു ശരീരവും പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യ ആയുസ്സും തന്നിട്ടുണ്ട്. അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുമെന്ന് ഭഗവാന് കിട്ടിയിരിക്കുന്ന ശരീരം കൊണ്ട്, ഈ പഞ്ചകാരണങ്ങളെ കൊണ്ട്, പഞ്ചശക്തികളെ കൊണ്ട് ഭഗവാൻ എങ്ങനെ പൂർണ്ണ മനുഷ്യനായിട്ട്
ഉത്തമ മനുഷ്യനായിട്ട് കർത്തവ്യ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ പരിസമാപ്തി പൊന്നെ സ്വയം തിരിച്ചറിഞ്ഞ് ശരീരം ഉപേക്ഷിച്ചു പോയതുപോലെ സാധാരണ ഒരു മനുഷ്യ ജന്മത്തിന് ഇതേപോലെ തന്നെ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത് കൊണ്ട് അതേപോലെ തന്നെ അതിനെ യൂട്ടിലൈസ് ചെയ്ത് ഓരോ മനുഷ്യ ജന്മവും ദിവ്യമായ ജന്മമാണ്. അത് ചെയ്യേണ്ട ആ കർമ്മത്തിന് കാരണമായിരിക്കുന്ന അധിഷ്ഠാനമായിരിക്കുന്ന ശരീരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ഭഗവാൻ പല ഭാഗങ്ങളായിട്ട് ഇതുവരെ പറഞ്ഞു തന്നു. അപ്പൊ അതൊന്ന് സാംശീകരിച്ച് പറയാണ്. പഞ്ചശക്തികൾ 18 ശക്തികളെ പോലും ഒന്നോടെ ക്രോഡീകരിച്ച് ഭഗവാൻ 5 ശക്തികളായിട്ട് വീക്ഷിക്കുന്നു. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് അത് ഗ്രഹിച്ചുകൊണ്ട് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടാണ് അത് ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഈ ധർമ്മക്ഷേത്രമായ ശരീരം കൊണ്ട് ഈ ഭൂമിയാകുന്ന കുരുക്ഷേത്രത്തിൽ വന്ന് ജനിച്ചിട്ട് ഞാനും നിങ്ങളും ധർമ്മത്തെ ക്ഷതം വരാതിരിക്കാൻ ഈ ശരീരം കൊണ്ട് നമുക്കെല്ലാം ഈ പഞ്ചശക്തികളെ കൊണ്ടാണ് നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. ഇത്ര ശ്രേഷ്ഠമായൊരു ജന്മം കിട്ടിയിട്ട് ധർമ്മത്തിന് ക്ഷതം വരാതിരിക്കാൻ ആ ചിന്തയിലായിക്കോട്ടെ, വാക്കിലായിക്കോട്ടെ, പ്രവൃത്തികളിലായിക്കോട്ടെ ഇതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെയൊക്കെ വേണം വിലയിരുത്താൻ. ഇല്ലെങ്കിൽ അർജുനോട് ഭഗവാൻ പറഞ്ഞു, അർജുനന്റെ സാഹചര്യം ആ കഥ സന്ദർഭത്തിലെ മഹാഭാരതത്തില് എന്ത് നടന്നു, ഇല്ലെങ്കിൽ ആ സന്ദർഭത്തെ മാത്രം വിലയിരുത്തിക്കൊണ്ട് ആ കഥ മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല. അർജുനെ പോലെ തന്നെ ഒരു ശരീരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭഗവാനെ പോലെ ഒരു ശരീരം ഈ പഞ്ചശക്തികളോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അർജുനൻ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്തു, ഭഗവാൻ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്ത്? ഈ രണ്ട് കഥാപാത്രങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വേരിയേഷൻ, ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഭഗവാന്റെ അനുഗ്രഹമായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ പോലും അതിൽ പോലും ഗുണവും ദോഷമുണ്ട്. അത് തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധിയും തന്നിട്ടുണ്ട്. അപ്പൊ ഗുണത്തെ വേണ്ട വിധത്തിൽ ഈ ശരീരം കൊണ്ട് തന്നെ കണ്ടെത്തി അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് നമ്മുടെ ധർമ്മത്തെ നടപ്പാക്കി അതിന് ക്ഷതം വരാതെ കാത്തു സംരക്ഷിച്ചാൽ അതിനൊക്കെ ഈ ശരീരത്തിലുള്ള പഞ്ചശക്തികളാണ് കാരണം. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. നമ്മൾ ഈ പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയും കൊണ്ട് ഈ പറയുന്ന സാക്ഷാത്കാരം നടക്കില്ല. അതുപോലും വേണ്ട വിധത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു പൂജ വേദവൈദിക കർമ്മങ്ങളെ ശാസ്ത്രത്തെ അനുസരിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പോലും ഈ ശരീരമാണ് മാധ്യമം. അപ്പൊ ശരീരത്തെയും ശരീരത്തിലുള്ള ശക്തികളെയും യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ഒരു മനുഷ്യന് സാധിക്കണം. അത് സാധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭഗവാൻ ഇതൊക്കെ ജന്മം തന്നെ നൽകിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇത് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പാഞ്ഞ് ഓരോ ജന്മവും ജീവിതം വ്യർത്ഥമാക്കിക്കൊണ്ട് ഓടി നടക്കാം. എന്നിട്ട് ഒരിക്കലും സമാധാനം ഉണ്ടാകുന്നില്ല. ദൈവം ഭക്തിയുള്ളവർക്ക് പോലും ദൈവം എനിക്കിതൊക്കെ വരുത്തി വെച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും. നമുക്കൊരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ആരെങ്കിലും ചാരി നിന്നാ സമാധാനം. ഒന്നുകിൽ ദൈവത്തിനെ ആരെയും കിട്ടിയില്ലെങ്കിൽ ദൈവത്തെ കുറ്റം പറയാം. ദൈവം കാരണം എനിക്കിതൊക്കെ, ദൈവം ഇതൊക്കെ വരുത്തി വെച്ചല്ലോ. നമ്മുടെ കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കണത്. ദൈവമായിട്ടൊന്നും നമുക്ക് വേണ്ട ശക്തികളൊക്കെ തന്നിട്ടുണ്ടെന്നല്ലാതെ ഭഗവാൻ കർമ്മങ്ങളോ കർമ്മഫലത്തെയോ അതിന്റെ അനുഭവത്തെയോ ഒന്നും സൃഷ്ടിക്കുന്നില്ല. അതൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ കാരണമായിട്ടുള്ളത് ഈ പഞ്ചശക്തികളാണ്. നമുക്ക് ശരീരത്തിലുള്ള ജീവൻ, ഞാൻ എന്ന ബോധം, നമ്മുടെ ഇന്ദ്രിയ ശക്തികളെല്ലാം തന്നെ, അതിനൊക്കെ ഉപരി മനസ്സ്. അതാണ് ഇവിടെ ദൈവാധീനം എന്ന് പറയുന്നത്. അപ്പൊ ഈ പഞ്ചശക്തികളെ യഥാവിധി ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിതമായിരിക്കണം. അഞ്ചാമതായിട്ട് ദൈവാധീനം. ഈ 5 ശക്തികളാണ് നമ്മളെ കൊണ്ട് നല്ലതും ചീത്തയായിട്ടുള്ളതൊക്കെ ചെയ്യിപ്പിക്കണ. ഗുണദോഷം തിരിച്ചറിയാനുള്ള ശക്തിയും ഇല്ലേ, അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും ഉപയോഗിക്കാതിരിക്കാനും ഒക്കെയുള്ള പ്രയോഗം ഈ പഞ്ചകാരണങ്ങളെ കൊണ്ടേ സാധിക്കൂ. ജീവനോടിരിക്കുന്ന ശരീരത്ത് സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ മനുഷ്യജന്മം കിട്ടിയവർക്കെല്ലാം ഈ ശക്തിയുണ്ട്. അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് യാതൊരു പക്ഷപാതവും ഇല്ലാതെ ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വേണ്ടവണ്ണം ഉപയോഗിക്കാൻ സാധിക്കാത്തതാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ. നമ്മൾ ഈ കർമ്മഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് കർമ്മഫലത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് 3 തരത്തിലുള്ള കർമ്മഫലങ്ങളെ സൃഷ്ടിച്ച് ഈ 3 തരത്തിലുള്ള കർമ്മഫലങ്ങൾ അനുഭവിച്ച് പുതിയതായിട്ട് പ്രാരാബ്ധമായിട്ട് ഈ 3 ഫലങ്ങളെ സൃഷ്ടിച്ച് വീണ്ടും ശരീരം എല്ലാ കാലത്തും ഉപയോഗിക്കാൻ സാധ്യമല്ല. ഒരു സമയത്ത് ശരീരം വീണു പോവും. ഈ പഞ്ചശക്തികളും ക്ഷയിക്കും. അപ്പോൾ ദൈവാധീനം അതിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ വീണ്ടും ശരീരം പ്രാപ്തിക്ക് കാരണമായി ഭവിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ശരീരവാ മനോ അഭിർയത് കർമ്മ പ്രാരഭ്യതേ നര ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവ.
അതുകൊണ്ട് മനുഷ്യൻ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ന്യായമോ അന്യായമോ ആയിട്ട് അഥവാ നല്ലതോ ചീത്തയോ ആയിട്ട് ഏതൊരു കർമ്മം ചെയ്താലും അതിൽ മുമ്പ് പറഞ്ഞ 5 അത്രേ കാരണങ്ങൾ. ഈ 5 ശക്തികൾ യഥാവിധി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് ന്യായമായിട്ടും അന്യായമായിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അത് യുക്തിവാദിക്കും ആയിക്കോട്ടെ, ഭക്തിവാദിക്കായിക്കോട്ടെ, ഈശ്വരവാദിക്കായിക്കോട്ടെ, നിരീശ്വരവാദി ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഈ പഞ്ചശക്തികളെ കൊണ്ടേ ഏത് വിധത്തിലും പ്രവർത്തിക്കാൻ സാധിക്കും. അത് ന്യായമോ അന്യായമോ ആയിക്കോട്ടെ. അപ്പൊ മനുഷ്യ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും, മനുഷ്യന്റെ ശരീരം കൊണ്ടായിക്കോട്ടെ, വാക്കുകൊണ്ടായിക്കോട്ടെ, മനസ്സുകൊണ്ടായിക്കോട്ടെ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഏത് തരത്തിൽ ന്യായമായിട്ടോ അന്യായമായിട്ടോ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടേ അവർക്ക് താല്പര്യമുള്ള അതൊക്കെ തപസ്സായിട്ടും കൃത്യയോടെ ശ്രദ്ധയോടെ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അവരവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധാമയനാണെന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. അപ്പൊ അവരവർക്ക് താല്പര്യമുള്ളതൊക്കെ വേണ്ട വിധത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് യാതൊരു സംശയവുമില്ല. അത് നല്ലത് ചീത്തയായിക്കോട്ടെ. അതുകൊണ്ട് ഏതൊരു കർമ്മം ചെയ്താലും അതിന് മുമ്പ് പറഞ്ഞ, അതായത് ഈ പറഞ്ഞ 5 കാരണങ്ങൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കണം. ശരീരത്തിന്റെ ഞാനെന്ന ഭാവം ഉണ്ടാക്കി തരുന്ന ജീവൻ, പിന്നെ വിവിധങ്ങളായ ഇന്ദ്രിയങ്ങൾ, അത് പ്രവർത്തിതമായിരിക്കുന്ന ശരീര വ്യാപാരങ്ങൾ, ശരീരം പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിതം, അതാണ് ശരീര വ്യാപാരങ്ങൾ എന്ന് പറയുന്നത്. 5ാമതായിട്ട് മനസ്സ് അഥവാ ദൈവാധീനം. ഈ 5 കാരണങ്ങളൊക്കെ ഉണ്ട് ന്യായമായിട്ടോ അന്യായമായിട്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നത്. ആ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളാണ് ദുഃഖകരമായിട്ടോ സുഖകരമായിട്ടോ ദുഃഖ മിശ്രിതമായിട്ടോ കർമ്മഫലങ്ങളെ സൃഷ്ടിക്കുന്നത്. ഈ കർമ്മഫലങ്ങളെ സൃഷ്ടിക്കുന്നത് അനുസരിച്ചു കൊണ്ടുള്ള ജന്മത്തിലേക്ക് നയിക്കുന്നതും ഈ ശരീരത്തിലുള്ളതായ 5 ശക്തികളാണ്. അപ്പൊ ഗുണദോഷങ്ങളെ അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാം. ഫലേച്ഛയില്ലാതെ നൈഷ്കർമ്മ സിദ്ധി എന്ന് പറയുന്നത് ഈ പറയുന്ന 3 തരത്തിലുള്ള ഫലത്തെ ഉണ്ടായാൽ തന്നെ അതിനെ ത്യജിക്കാനുള്ള മനോഭാവം ഉണ്ടാകും. അതൊക്കെ സാധിക്കുന്നത് ഈ ശരീരം കൊണ്ടാണ് എന്നർത്ഥം. അപ്പൊ ശരീരത്തെ പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ ശക്തികളെയും വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തിപരമായിട്ട് തന്നെ ആദ്യം തന്നെ വ്യക്തോപാസന ചെയ്യണം എന്ന് പറഞ്ഞത്, ഭക്തിയിൽ ആദ്യം ചെയ്യണ ഈശ്വരനെ പൂജിക്കുന്നതിന് മുമ്പ് ഈശ്വരൻ്റെതായ ശക്തികൾ നമുക്ക് കിട്ടിയിട്ടുള്ള ശരീരത്തിലുള്ള ശക്തിയെ ആദ്യം യഥാവിധി ഉപയോഗിക്കണം. എങ്കിൽ അതിനെ ഉപാസിക്കണം, അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം, പരിരക്ഷിക്കണം, പരിപാലിക്കണം. അപ്പോഴേ ഈ ശരീരത്തിലുള്ള ശക്തികളും അതിന്റെ ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമർപ്പിക്കാം. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.